റെസ്യൂമെ എറേഴ്സ് പാർട്ട് 1. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ് കോപ്പി ചെയ്ത കണ്ടൻറ്റ് റെസ്യൂമിൽ ഉണ്ടാവുക എന്നുള്ളത്, പ്രത്യേകിച്ച് കരിയർ ഒബ്ജക്റ്റീവ്. പൊതുവേ ആൾക്കാർ ഫ്രണ്ട്സിൻ്റെ റെസ്യൂമെ വാങ്ങുകയോ ഗൂഗിൾ ടെംപ്ലേറ്റുകൾ കോപ്പി ചെയ്താണ് റെസ്യൂമെ തയ്യാറാക്കാറുള്ളത്. ഒരു റിക്രൂട്ടറിനെ സംബന്ധിച്ച് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ റെസ്യൂമേസാണ് ഒരു ദിവസം അയാൾ കാണുന്നത്. സോ ഒരു റെസ്യൂമെ കാണുന്ന സമയത്ത് അത് ഒറിജിനൽ കണ്ടൻ്റ് ആണോ കോപ്പി കണ്ടൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു സെക്കൻഡ് മതി ഒരു റിക്രൂട്ടർക്ക്. കരിയർ ഒബ്ജക്റ്റീവിലൊക്കെ വരുമ്പോൾ ചില കോമൺ ആയിട്ട് കാണുന്ന ടെംപ്ലേറ്റുകളാണ് ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് എ കമ്പനി വിത്ത് ഗ്ലോബൽ ഔട്ട്ലുക്ക്, അല്ലെങ്കിൽ സീക്കിംഗ് എ ചലഞ്ചിങ് പൊസിഷൻ ഇൻ എ കമ്പനി വെയർ ഐ ക്യാൻ യൂട്ടിലൈസ് മൈ സ്കിൽസ് തുടങ്ങിയവ. ഇതൊന്നും യാതൊരു തരത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ എപ്പോഴും ഒറിജിനൽ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കുക. ഒരു കരിയർ ഒബ്ജക്റ്റീവ് എഴുതുമ്പോഴാണെങ്കിലും നമ്മളുടെ ക്വാളിഫിക്കേഷനും സ്കിൽസും നമ്മളുടെ കരിയറിലെ ഗോളുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ സമ്മറി ആക്കുക. മറ്റൊരാളുടെ റെസ്യൂമെ കോപ്പി അടിച്ച് വെക്കുമ്പോൾ അവരുടെ സ്കിൽസും അവരുടെ ഒബ്ജക്റ്റീവും അതേപടി കോപ്പി ചെയ്ത് വെക്കാതെ ആ ഒരു പാറ്റേൺ നോക്കി നമ്മളുടെ ഇൻഫർമേഷൻ എന്താണോ അത് മാത്രം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക.